ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. 2025 ഭരണഘടനാ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്നൊരൊറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ജനുവരി മുതൽ ഇന്നിപ്പോ എത്രയാ സെപ്റ്റംബർ ഏകദേശം ഒരു 25th ആയി അല്ലേ? ഇതുവരെയുള്ള PSC നടത്തിയിട്ടുള്ള LGS നിലവാരം, 10th നിലവാരം, ഡിഗ്രി നിലവാരം 3 ലെവലിലെയും ക്വസ്റ്റ്യൻ പേപ്പറിലെ ഭരണഘടനയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളുമായിട്ടുള്ള ഒരു അടിപൊളി ക്ലാസ് ആണ്. നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തിയിട്ട് അടുത്ത ഭരണഘടനാ ചോദ്യങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഭരണഘടനയിൽ നിന്നും എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ അതിൽ മൈനസ് അടിക്കാനോ ഒഴിവാക്കാനോ നിങ്ങൾ ഒരിക്കലും പാടില്ല. അത് എൻ്റെ ഒരു വാശിയാണ്. നമ്മൾ കേരള ഹിസ്റ്ററി ചെയ്തു തന്നു അല്ലെ? നിങ്ങൾക്ക് പഴയ SCRTയും പുതിയ SCRTയും മുഴുവൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തന്നു. കേരള ഹിസ്റ്ററിയിൽ നിന്നും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തി തന്നു. അങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തി. കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയ SCRTയും പഴയ SCRTയും ക്ലാസ്സുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, ഏകദേശം കഴിയാനായി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2025 മുഴുവൻ ചോദ്യങ്ങളും അടങ്ങിയ ഒരൊറ്റ ക്ലാസ് ആണ്. എന്നിട്ട് 2024 തരാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ വലിയ പ്രചോദനങ്ങൾ നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പ്രചോദനമാണ് നമ്മുടെ ക്ലാസ്സിന്റെ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പരമാവധി നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? സപ്പോർട്ട് തരണം. 1 രൂപ മുതൽ മുടക്കില്ലാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ? ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ കൊണ്ടും നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ടും പരമാവധി സപ്പോർട്ട് തരിക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജനുവരിയിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് സെപ്റ്റംബറിൽ അവസാനിപ്പിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണേ മക്കളെ. പോസ്റ്റ് ചെയ്യാ. എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എനിക്കല്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്താണ് എനിക്കിവിടെ ഫാൾട്ട് പറ്റി, എന്തുകൊണ്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയുന്നില്ല, അപ്പൊ ഞാൻ ഈ ഭാഗത്ത് പെർഫെക്ഷൻ അല്ല, അപ്പൊ എനിക്ക് ആ ഏരിയ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ആവർത്തിക്കപ്പെടും, അപ്പൊ അതിൽ നിന്ന് മാർക്ക് പോകാനായിട്ട് പറ്റില്ല. നോക്കിയാലോ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഒന്ന് ചേരുംപടി ചേർത്തേ മക്കളെ. എയില് ബിയിലായിട്ടൊന്ന് കണക്ട് ചെയ്ത് മക്കളെ. എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തന്നിട്ടുണ്ട്, സമത്വത്തിനുള്ള അവകാശം തന്നിട്ടുണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്ക് എളുപ്പത്തിൽ അറിയാൻ കഴിയുന്ന ഒരു ആൻസർ ആണ് അല്ലേ? അതേപോലെ തന്നെ മക്കളെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം അല്ലെ? 23, 24 ഫോഴ്സ്ഡ് ലേബർ അല്ലെ? അപ്പൊ ഇതില് നിങ്ങൾ ഓപ്ഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും മെയിൻ നന്നായിട്ട് അറിയാവുന്ന ഓപ്ഷൻ വേഗം എടുത്തിട്ട് ആ ഓപ്ഷൻ ഏത് വരുന്നു അത് ആൻസറിലേക്ക് എത്തുക. ഇപ്പൊ എനിക്ക് ഏറ്റവും ഈ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആണ് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്, ഫോഴ്സ്ഡ് ലേബർ. അപ്പൊ എന്താ ഫോഴ്സ്ഡ് ലേബർ? മൗലിക അവകാശങ്ങളില് 23 മുതൽ 24 വരെ വരുന്ന ആർട്ടിക്കിൾ ആണ്. അപ്പൊ 4 ഓപ്ഷൻ ഏത് വരണം? 4 ഓപ്ഷൻ ഏത് വരണം? ബി വരണം അല്ലേ? 4 ഓപ്ഷൻ ബി വരണം. 23ഉം 24ഉം. അപ്പൊ 4B വന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഏതാണ്? എ ആണ് അല്ലേ? അപ്പോ 4B വന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ആൻസർ അല്ല, കണ്ടോ? പിന്നെ 1, 2, 3 ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ നമുക്ക് ഇവിടെ പഠിക്കാം. എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ്. ഓക്കെ, ഇനി സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്താണ്? 23 മുതൽ 24. മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക്കില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മറക്കരുത് കേട്ടോ. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ ആണ് മൗലിക. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്കൊന്നും അറിഞ്ഞിരിക്കുന്നില്ല, പഠിച്ചൊക്കെ തറമായിട്ടിരിക്കുന്നവർ ഓക്കെ. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ ആണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ 12 മുതൽ അല്ലെ? 12 എന്താണ്? അതിന്റെ നിർവചനങ്ങൾ കൊടുക്കും അല്ലെ? അതിന്റെ 13 എന്താണ് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? SCRTയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 12 കഴിഞ്ഞു, 13 കഴിഞ്ഞു, 14 മുതൽ 18 വരെ എന്താക്കി?
സമത്വത്തിനുള്ള അവകാശം കൊടുത്തു. 18 കഴിഞ്ഞ് 19 മുതൽ 22 വരെയുള്ളത് ഏതിന് കൊടുത്തു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കൊടുത്തു. 22 കഴിഞ്ഞ് 23 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം കൊടുത്തു. 24 കഴിഞ്ഞ് 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും കൊടുത്തു. ഓക്കെ ആണോ? അപ്പൊ ആൻസർ എ ആണ്. അടുത്ത നോക്ക, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലൈ വെങ്കയ്യാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം ഏത് നാട്ടുകാരനാണ് എന്ന് ചോദിച്ചതാണ്. ആന്ധ്രാപ്രദേശുകാരനാണ് കേട്ടോ. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 11 മൗലിക കടമകൾ നമുക്കുണ്ട് അല്ലെ? 11 ഉണ്ട്. അപ്പൊ 11 ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ്? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് അല്ലെ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഒന്ന് എന്തായാലും ആൻസർ ആയിട്ട് വരണം. നമുക്കറിയാം അല്ലെ? ഇപ്പൊ ഇവിടെ എന്താ ചോദ്യം? എങ്ങനെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ എക്സാമുകളിലേക്ക് ആൻസർ ടിക്ക് ചെയ്യാം? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ടോ? ഉൾപ്പെടുന്നവ ഏതെല്ലാം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഒന്ന് എന്തായാലും ആൻസർ ആയിട്ട് വരണം. ഒന്ന് എന്തായാലും നമ്മുടെ ആൻസറിൽ ഉണ്ടാകണം. അപ്പൊ 3 മാത്രം എന്ന് വരുമോ? ഇല്ല. 2 3 മാത്രം വരുമോ? ഇല്ല. ഏതാണ്? 2 ഓപ്ഷൻ അവിടെ കട്ടായി. ഇനി ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും നമ്മൾ ചെയ്തിരിക്കും. ഇന്ത്യയുടെ പരമാധികാരം അല്ലെ? ഐക്യം, അതുപോലെ സമഗ്രത ഒക്കെ നമ്മൾ മുറുകെ പിടിച്ച് സംരക്ഷിക്കണം. അപ്പൊ ഓപ്ഷൻ 2ഉം വരണം. 1ഉം വരണം, 2ഉം വരണം. പക്ഷെ ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിലീഷൻ ചെയ്ത് കണ്ടോ? അപ്പൊ ഇവയെല്ലാം ആൻസറിലേക്ക് എത്തിയില്ലേ? ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ 1ഉം 2ഉം 3ഉം കണ്ടോ? ആൻസറിലേക്ക് എത്തിയത് കണ്ടോ? ഇങ്ങനെ ആയിരിക്കണം എക്സാം ഹാളില് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ പരിചയപ്പെടേണ്ടത് മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആരാ നിയമിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സുപ്രധാന നിയമങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയായ പ്രസ്താവനയാണ് അല്ലെ? 2000 ശരിയായതാണ് ഇവിടെ ചോദ്യം. ഇതും ശരിയാണ്. 2005 നിയമം അനുസരിച്ചിട്ടാണ്. അപ്പൊ ഓപ്ഷൻ എന്ത് വരണം? 1 തീർച്ചയായിട്ടും ഓപ്ഷനിൽ ഉണ്ടാകണം. അപ്പൊ 2 മാത്രമല്ല അല്ലെ? 2 മാത്രമല്ല. അപ്പൊ അതങ്ങോട്ട് വെട്ടി. ഓക്കെ. ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആണോ? മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണോ? ആണ്. അപ്പൊ 1ഉം 2ഉം ആൻസർ ആയിട്ട് എന്തായാലും വരും. അപ്പൊ ഇത് ഓപ്ഷൻ അങ്ങോട്ട് പോയി. ഓക്കെ. ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. തെറ്റാണ് അല്ലെ? ഈ മനുഷ്യ അവകാശ കമ്മീഷന് മാത്രമാണ് എത്ര വയസ്സ് വരുന്നത്? 70 വയസ്സ് അല്ലെ? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളത് അല്ലെ? എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളത് മനുഷ്യാവകാശ കമ്മീഷന് മാത്രം വരുന്നതാണ്. അപ്പൊ ഇത് തെറ്റാണ്. 3 വരുന്ന തെറ്റാണ്. ഓക്കെ ആണോ? ഇന്ത്യൻ ഭാഷ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ആരാ? സുകുമാർ സെൻ അല്ലെ? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഇപ്പൊ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഇപ്പൊ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ. ഇനി അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഏതാണ്? ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് അല്ലെ? സുപ്രീം കോടതി ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഇറക്കുക? ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ ആണോടാ? ആണ് അല്ലെ? കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്?
ഏതാണ്? മൗലിക അവകാശങ്ങളിൽ വരുന്ന ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ആനന്ദമഠം എന്ന നോവൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ്. ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ അത് സന്യാസി കലാപമാണ്. സന്യാസി കലാപം. ആനന്ദമഠം 3 ചോദ്യങ്ങളാണ്, പ്രീവിയസ് ആണ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ആനന്ദമഠത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം സന്യാസി കലാപമാണ്. ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. കൃതി ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗീതാഞ്ജലി ആരുടേതാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റേതാണ് അല്ലെ? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ആരൊക്കെയാണ്? 1 അമ്മു സ്വാമിനാഥൻ വരും, ദാക്ഷായണി വേലായുധൻ വരും, രാജകുമാരി അമൃത് കൗർ വരും അല്ലെ? അപ്പൊ 1, 2, 3 ഓപ്ഷൻ വരണം. സി ആണ് ഇവിടെ ആൻസർ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരൊക്കെയാണ്? 1 അമ്മു സ്വാമിനാഥൻ. ആരാണ്? അമ്മു സ്വാമിനാഥൻ. പഠിക്കണം മക്കളെ, തിരുവിതാംകൂറിലെയാണ് അമ്മു സ്വാമിനാഥൻ. പിന്നെ 2 ആരാണ്? ആനി മസ്ക്രീൻ ആണ് അല്ലെ? ആനി മസ്ക്രീൻ. പിന്നെ ആരാ വരുന്നത്? 3ാമത്തത് ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി. ഈ പേരുകള്, ഈ 15 പേരുകള് നന്നായിട്ട് പഠിച്ചു വെക്കണം, ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഒന്ന് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം ചോദിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ പേര് ഞാൻ വായിച്ചിട്ടില്ലല്ലോ അന്ന് എന്ന് ഓർമ്മ വരും. ദാക്ഷായണി വേലായുധൻ. പിന്നെ ആരാ? ബീഗം ഐസാസ് റസൂൽ. ബീഗം ഐസാസ് റസൂൽ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇവരുടെ ഏക മുസ്ലിം വനിതയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയില് ഏക മുസ്ലിം വനിത ആരാന്ന് ചോദിച്ചാൽ ബീഗം ഐസാസ് റസൂൽ ആണ്. പിന്നെ ആരാണ്? ദുർഗാബായി ദേശ്മുഖ്. ദുർഗാബായി ദേശ്മുഖ് ട്ടോ. ദുർഗാബായി ദേശ്മുഖ്. പിന്നെ ആരാ? ഹൻസ് ബിവറാജ് മേത്ത. ഹൻസ ജീവരാജ് മേത്ത. ഓക്കെ. കമല ചൗധരി. പിന്നെ പേര് വരുന്നതൊക്കെ ഭയങ്കര വേഗം നിങ്ങളോട് പറയണുണ്ടോ? ലീല റോയി. പിന്നെ മാലതി ചൗധരി. പിന്നെ ആരാണ് മാലതി ചൗധരി? രാജകുമാരി അമൃത് കൗർ. ഓക്കെ, രാജകുമാരി അമൃത് കൗർ. രേണുക റായി. പിന്നെ സരോജിനി നായിഡു അല്ലെ? നമ്മൾ ഓപ്ഷൻ മാറ്റിയിട്ടാണ് ടിക്ക് ചെയ്തിരിക്കുന്നത്. ഇവയെല്ലാം എന്നാണ് ആൻസർ കേട്ടോ. അപ്പൊ ആരാണ്? സരോജിനി നായിഡു. സുചേത കൃപലാനി. പിന്നെ ആരൊക്കെയാണ്? സുചേത കൃപലാനി. പിന്നെ ആരാ? വിജയലക്ഷ്മി പണ്ഡിറ്റ് അല്ലെ? വിജയലക്ഷ്മി പണ്ഡിറ്റ്. പിന്നെ പൂർണിമ ബാനർജി. അപ്പൊ അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസാസ് റസൂൽ, ദുർഗാബായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, ലീല റോയി, മാലതി ചൗധരി, രാജകുമാരി അമൃത് കൗർ, രേണുക റായെ, സരോജിനി നായിഡു, സുചേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി. അപ്പൊ ഇവരൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള 15 വനിതകളാണ്. അടുത്ത് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, ഇവരെയാണ് നമ്മൾ ആദ്യം കാണേണ്ടത് അല്ലെ? തെറ്റായ പ്രസ്താവന എന്ത് എന്നാണ് ചോദ്യം. വായിച്ചു നോക്കിയിട്ട് ആൻസർ ഒന്ന് ചെയ്യാം. ഓരോന്നും ആൻസർ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് മക്കള് പോസ് ചെയ്യണം കേട്ടോ. ആദ്യം പോസ് ചെയ്തിട്ട് എനിക്കിത് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. തെറ്റാണ്. 52 സെക്കൻഡ് ആണ്. അപ്പൊ 1
തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാ ചോദിക്കുകയാണ്. അപ്പൊ ഒന്ന് ആൻസർ ആയിട്ട് എന്തായാലും വരണം അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ തന്നെ എലിമിനേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്, സരളാദേവിയാണ് അല്ലെ, സരളാദേവിയാണ് ആദ്യമായിട്ട് പാടിയത്. അപ്പൊ 1ഉം 2ഉം ഒക്കെ എന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 3 നോക്ക്, നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആണോ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലാണോ? അത് ദേശീയ ഗീതത്തിലാണ് അല്ലെ, വന്ദേ മാതരം ഗീതത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേത് വന്നിരിക്കുന്നത്. അപ്പൊ 3 എന്താണ്, 3ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പൊ ഇവയെല്ലാം എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ഓപ്ഷൻ ഏത് വരും? എ ആണ് കേട്ടോ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. നമ്മുടെ SCRT ഒക്കെ നമ്മുടെ കൂടെ നിന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആതിര, രോഹിണി ഇല്ലേ, ഇവരൊക്കെ എന്താണ്, കറക്റ്റ് ആണ്, നമ്മുടെ ക്ലാസ് എന്നും ബാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഓക്കെ, അമൃത, ഇവർക്ക് എന്താണ്, ഇവർ എപ്പോഴും നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരാണ്. അപ്പൊ ഇവരൊക്കെ എന്താണ്, കറക്റ്റ് സ്റ്റഡി മെത്തേഡാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ വാരി വലിച്ച് ഒരു ഡെയിലി ഞാൻ ഒരു 4-5 ക്ലാസ്സുകളൊക്കെ ഇട്ട് നിങ്ങളെ അങ്ങോട്ട് മടുപ്പിച്ച് പിന്നെ ഒരാഴ്ച കൊണ്ട് 10-50 ക്ലാസ്സുകളൊക്കെ അങ്ങോട്ട് ഇട്ട് തന്ന് എന്നിട്ട് തിങ്കളാഴ്ച പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? പക്ഷെ നമ്മുടെ ക്ലാസ് അങ്ങനെയല്ല. നമ്മുടെ ക്ലാസ് എന്താണ് നോക്ക്, നിങ്ങൾ കേരള ഹിസ്റ്ററി അവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചു. നിങ്ങൾക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യാനും കൂടി എളുപ്പത്തിലല്ലേ ഞാൻ ക്ലാസ് ഇട്ട് വന്നിരിക്കുന്നത്. ഭരണഘടന എനിക്ക് ഒന്ന് റിവിഷൻ ചെയ്യണം, SCRT മൊത്തം റിവിഷൻ ചെയ്യണം. അതാ നമ്മുടെ ക്ലാസ്സുകൾ എടുത്തു മൊത്തം റിവിഷൻ ചെയ്യാൻ, റിവിഷൻ അടക്കം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്രോഡീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ഇത് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർ എന്താ ചെയ്യും, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും അല്ലേ. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ ആൻസർ എന്താണ്, ശരിയായ പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. തെറ്റായ പ്രസ്താവനയാണ്. 70 വയസ്സാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്, 1ഉം 2ഉം എന്താണ്, തെറ്റായിട്ടുള്ള, അല്ല സോറി, 1 ശരിയാണ് 2 തെറ്റാണ് അല്ലെ, 2 തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ 1ഉം 3ഉം ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു, ചേരുംപടി ചേർക്കുക. ഓക്കെ, ചെയ്തു നോക്കൂ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അല്ലെ, അയിത്ത നിർമാർജനം അല്ലെ, തൊട്ടുകൂടായ്മ നിർത്താക്കൽ അല്ലെങ്കിൽ അയിത്ത നിർമാർജനം മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയതാണ് ഭരണഘടനയിലെ വകുപ്പ് 17 എന്ന് പറയുന്നത്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അയിത്ത നിർമാർജനം, മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കപ്പെട്ടത്. ഇതൊക്കെ ചോദ്യങ്ങളാണ് വകുപ്പ് 17. അപ്പൊ എ ഓപ്ഷൻ ഏത് വരണം, 4 എന്ന ഓപ്ഷൻ വരണം. അപ്പൊ ഇത് ആൻസർ അല്ല എന്ന് മനസ്സിലായി. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21 ആണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, ബി ഏത് വരണം, ആൻസർ 1 വരണം. ബി ഏത് വരണം, 1 വരണം. ഓക്കെ, ബി ആണ് ഇവിടെ വരുന്നത്. ബി 1 വരുന്ന ഓപ്ഷൻ ഏതാ നോക്കിക്കേ. ഇത് ബി 1 ആണോ? അല്ല. അപ്പൊ ഇതും ആൻസർ അല്ല എന്ന് മനസ്സിലായി. ഇവിടെ ബി 3 ആണ്, ഇതും അല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഓപ്ഷൻ എ ആണ് അല്ലേ. അപ്പൊ എ ആണ് ഇവിടെ ആൻസർ. എടുക്കണ്ടോ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചോ? ഇല്ല. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏതാണ്, വകുപ്പ് 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നത് ഡി ആണ് അല്ലേ. അപ്പൊ ഇനി ഇപ്പൊ ഇതും കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ എളുപ്പത്തിലുള്ള, നമുക്കറിയാം അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത്. അപ്പൊ ഓപ്ഷൻ ഡി ഏത് വരണം, 3 വരുന്നത് ഏതാന്ന് നോക്കാം. അപ്പൊ തന്നെ കണ്ടോ, ഇത് 2 എണ്ണം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. കണ്ടോ, ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു.
പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? സുപ്രീം കോടതി ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മൾ പറഞ്ഞത്, 32 ആർട്ടിക്കിൾ പ്രകാരം ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ എന്താണ് അവിടെ ചെയ്യുക? ബി ആണ് അല്ലെ, മാൻഡമസ് ആണ്, മാൻഡമസ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 ഭാഷകളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഔദ്യോഗിക ഭാഷകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എത്രയാണ്? 8ാം പട്ടിക 8. ഓക്കെ, ഭാഷകൾ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും കേട്ടോ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. സ്വത്തവകാശം ആദ്യം എന്തായിരുന്നു? മൗലിക അവകാശമായിരുന്നു. പക്ഷേ 1978 44ാമത്തെ ഭേദഗതിയോടുകൂടി എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശമാണ്. കാരണം നമ്മുടെ മൗലികാവകാശങ്ങൾ നിലവിൽ വരുന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് മൂലം ഇപ്പോ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിലാണ്? മൗലിക കടമ സോവിയറ്റ് യൂണിയന്റെ റഷ്യൻ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് ഇത് മൗലിക കടമകൾ എന്ന ആശയം. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? 61ാമത്തെ ഭേദഗതിയിലാണ് കേട്ടോ. 61ാമത്തെ ഭേദഗതിയില് 1989 61ാമത്തെ ഭേദഗതിയോട് കൂടിയിട്ടാണ് 21 നിന്നും 18 ആക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ 17 ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ 8ാമത്തെ പട്ടിക നമ്മൾ പറഞ്ഞു ലാംഗ്വേജിലെ ഭാഷകള്. നമുക്ക് ഭാഷകൾ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞു. ഇനി 7ാം പട്ടിക എന്താണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനം ലിസ്റ്റുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നതാണ് 7ാമത്തെ പട്ടിക. ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. 8ാമത്തെ പട്ടിക ഭാഷകളെ, ലാംഗ്വേജ് ഔദ്യോഗിക ഭാഷകളെ കുറിച്ചിട്ട് പറയുന്നതാണ് 8ാമത്തെ പട്ടിക. ഇനി നോക്കാം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഹാളിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ദർബാർ. ഗണതന്ത്ര മണ്ഡപം അല്ലേ? ഗണതന്ത്ര മണ്ഡപം. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ ആണ് അല്ലെ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏതിലാണ്? 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ചിട്ട് പറയുന്നത്. എന്നാൽ സാംസ്കാരികവും വിദ്യാഭ്യാസവും ആർക്കാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്. ഇത് എത്രയാണ്? ആർട്ടിക്കിൾ 29. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് ആർട്ടിക്കിൾ 30 പ്രകാരവുമാണ്. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 30. അപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് 29ഉം 30ഉം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് സി ആണ്, ശ്രീലങ്കയാണ് കേട്ടോ.
ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച സമയത്ത് പ്രസിഡന്റിന്റെ പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചു. അദ്ദേഹം ആ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പകരം ഒരാൾ വരണ്ടേ? ആരായിരുന്നു ആ പദം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്? ബാസപ്പ ദാനപ്പ ജെട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ അല്ലെ, അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? ഡി ആണ് കേട്ടോ. 51 അനുച്ഛേദം 51 4. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? 97. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ് ആണ്. ശമ്പളം, ഭത്ത ഇവയെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 97. പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയില് ചർച്ചയാകും. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാൻ പറ്റുമോ? തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് ചോദ്യം കേട്ടോ. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ളത് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്? ആൻസർ ഏതാണ് വരുന്നത്? എ ആണ് അല്ലെ. എ ആണ് ഓപ്ഷൻ വരുന്നത്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റിയിട്ടൊന്നും സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചോളനെ. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഓക്കെ. ഇനി വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? വിവരാവകാശ കമ്മീഷന്റെ ഘടന താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ വരിക? സി ആണ് കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഒരാള്, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, പിന്നെ സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഇങ്ങനെയാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉണ്ടാകും, അതേപോലെ സംസ്ഥാനത്ത് വിവരാവകാശ കമ്മീഷണർ ഉണ്ടാകും, സെക്രട്ടറി ഉണ്ട്, നിയമവിദഗ്ധരുണ്ട്, ധനകാര്യ വിദഗ്ധരുണ്ട്, ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, സെക്ഷൻ ഓഫീസർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ ആണ് കേട്ടോ. വി ഹരിനായർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, അതൊന്ന് ഞാൻ കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് ഏതാണ്? NH-66 മുംബൈ ടു ഗോവയാണ് കേട്ടോ. മുംബൈ ഗോവയാണ്. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥ എടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഏതാണ്? ഡി ആണ് കേട്ടോ. അനുച്ഛേദം 39 ബി ആണ് കേട്ടോ. 39 ബി ആണ്. ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്തിട്ട് പൊതുനന്മയ്ക്കായിട്ട് വിതരണം ചെയ്യാമെന്ന് പറയുന്നത്. അടുത്തത്, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. ഈ ഒരു റൂള് തന്നെ നിങ്ങൾ പഠിച്ചു. ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെക്കണേ. ഇത് തിരിച്ചും ചോദ്യം വന്നിട്ടുണ്ട്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ എത്ര ശതമാനത്തിലാണ്? 15% കവിയാൻ പാടില്ല എന്ന് പറയുന്ന ഭേദഗതി 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. എന്തൊക്കെയാണ്? 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലെ. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ രാജ്യസഭ
ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശരിയായ പ്രസ്താവനയാണ് അല്ലെ. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. അതും ശരിയായ പ്രസ്താവനയാണ്. ധനബില്ല് ആരംഭിക്കേണ്ടത് ലോകസഭയിലാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക? കിട്ടിയ ആൻസർ നിങ്ങൾ ചെയ്തോ? ഏതാണ്? സി ആണ് അല്ലെ. 2, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓരോ 3 വർഷം കൂടുമ്പോൾ എന്താണ് ഇവിടെ എന്താണ് 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോയിട്ട് എന്താ പിരിഞ്ഞു പോവുകയാണോ? അല്ല അല്ലെ. അപ്പൊ അവിടെ വേറെ റൂൾ പഠിക്കണം. രാജ്യസഭയിലൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മുടെ SCRT നമ്മൾ പറഞ്ഞ് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയിട്ട് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 2, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതി നിയന്ത്രിക്കുന്നതിന് ശരിയായ പ്രസ്താവനയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന് ശരിയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ആൻസർ അപ്പൊ ഏത് വരും? എല്ലാം ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്. നാലാമത്തെ അധ്യായത്തിൽ എന്താണ് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ്. സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തൊഴിലിൽ തുല്യ അവസരവും ആണ് ഉൾപ്പെടാത്തത് കേട്ടോ. 4-ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് 4-ാം അധ്യായത്തിലെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അതിൽ ഉൾപ്പെടാത്തത് അപ്പൊ ഉൾപ്പെടുന്നതൊക്കെയാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം, സിവിൽ കോഡ് അല്ലെ. നമുക്കറിയാം അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഏകീകൃത നിയമം പാസ്സാക്കിയത് ഉത്തരാഖണ്ഡാണ്. നമ്മൾ കറണ്ട് അഫയറിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. പക്ഷേ പണ്ട് ആദ്യമായിട്ട് പാസ്സാക്കിയത്, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയത് ഏത് സംസ്ഥാനമാണ്? ഗോവയാണ്. പക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ചോദിക്കുമ്പോൾ കറണ്ട് അഫയറിൽ ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അടുത്തത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സി വിജിൽ ആണ് കേട്ടോ. സി വിജിൽ. ചേരുംപടി ചേർത്ത് പരിശോധിക്കുക. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. യൂണിയൻ ലിസ്റ്റ് ഒന്നാമത്തെ നോക്കിക്കേ. പ്രതിരോധം, ആണവോർജം ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഓപ്ഷനിൽ എന്തായാലും ഒന്നുണ്ടാകണം. അപ്പൊ ഇത് തെറ്റ് അല്ലെ. സി തെറ്റിട്ടു. ഇനി സംസ്ഥാന ലിസ്റ്റിലാണ് കൃഷി, മത്സ്യബന്ധനം. 2ഉം ശരിയാണ്. 2 എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാകണം. അപ്പൊ ഇതും തെറ്റാണ്. കൺകറന്റ് ലിസ്റ്റിലാണ് മദ്യ നിയന്ത്രണം, ബാങ്കിങ് എന്നൊക്കെ പറയുന്നത്. ബാങ്കിങ് ഒക്കെ വന്നിട്ട് ഏതിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ് ബാങ്കിങ് ഒക്കെ വരുന്നത്. അപ്പൊ 3 തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. 25ാമത്തെ ആൻസർ ബി ആണ്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. കിരൺ റിജിജു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1993 ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ബി ആണ് അല്ലെ. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1993 ഡിസംബർ 11 മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ ഡീപ്പായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എപ്പോഴാണ് ഇതൊന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ ആണ് കമ്മീഷനിൽ ഉള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ശരിയായ പ്രസ്താവനയാണ് അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്.
2ഉം 3ഉം ശരിയായ പ്രസ്താവന അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് വേഗം ചെയ്യൂ. വിദ്യാഭ്യാസം വരും അല്ലെ, വിദ്യാഭ്യാസം വരും, വനങ്ങൾ വരും, പിന്നെ തൊഴിലാളി സംഘടന, വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കല്, പിന്തുടർച്ച, മായം ചേർക്കൽ, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഏതിൽ വരും? കൺകറന്റ് ലിസ്റ്റില് ഇത്രയും വിഷയങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിദ്യാഭ്യാസം, വനം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. തെറ്റായ പ്രസ്താവനയാണ്. രാജ്യസഭയുടെ കാലാവധി ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഓക്കെ, അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. അപ്പൊ ഒന്ന് തന്നെ തെറ്റിയില്ലേ? അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാകോ? ഇല്ല. ഒന്ന് ആൻസർ വരാൻ പാടോ? പാടില്ല. ഒന്ന് ആൻസർ വരാൻ പാടോ? പാടില്ല. അപ്പൊ തന്നെ ആൻസർ കിട്ടി എല്ലാ പ്രസ്താവനകളും തെറ്റാണ് എന്നുള്ളത് അല്ലേ? അപ്പൊ തന്നെ മനസ്സിലായി. ഒന്ന് കിട്ടിയപ്പോ തന്നെ മനസ്സിലായി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇനി രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നത് FTP ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ്. തെറ്റായ പ്രസ്താവനയാണ്. രാജ്യസഭാ ആകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 35 വേണ്ട, 30 വയസ്സ് മതി കേട്ടോ. രാജ്യസഭയുടെ മറ്റൊരു പേര് ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് 4 ഓൺലി. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം വിവേചനാധികാരത്തിൽ പെടാത്തതാണ് കേട്ടോ. വിവേചനാധികാരം, അദ്ദേഹത്തിന് സ്വന്തം അധികാരം ഉപയോഗിച്ചിട്ടൊന്നും ഗവർണറെ നിയമിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ പക്ഷെ ഇതൊക്കെ പഠിച്ചു വെക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ്? വിവേചന അധികാരത്തിൽ പെടുന്നതാണ്. പക്ഷെ ഗവർണറെ നിയമിക്കാനായിട്ട് വിവേചനാധികാരം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്ന കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ആൻസർ ബി ആണ് കേട്ടോ. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. സൈനികമോ വിദ്യാഭ്യാസ സംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല എന്ന് പറയുന്നത് വകുപ്പ് 18. പിന്നെന്താ? തൊട്ടുകൂടായ്മ നിർത്തലാക്കലിനെ കുറിച്ച് വകുപ്പ് 17. മനുഷ്യ കച്ചവടത്തിന്റെയും നിർബന്ധിച്ച് പണി ചെയ്യിപ്പിക്കലിന്റെ നിരോധനം വകുപ്പ് 23. അടുത്തത് ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. ഒന്ന് ചേരുംപടി ചേർത്തിയ 42, 44, 73, 86. 42ാമത്തെ ഭേദഗതി എന്താണ്? 42ാമത്തെ ഭേദഗതി വകുപ്പ് 21 എ ഏതാണ് വരിക? 11ാമത്തെ പട്ടിക 300A ചെറിയ ഭരണഘടന. അതൊക്കെ ഒന്ന് ചെയ്തേ. ഏതാണ് ആൻസർ വരുന്നത്? ഡി ആണ് വരുന്നത് കേട്ടോ. 42ാമത്തെ ഭേദഗതി. ഓക്കെ, ഒന്നിൽ ഏത് വരും? ചെറിയ അല്ലെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാമത്തെ ഭേദഗതിയാണ്. പിന്നെ ഇതിൽ വരും മൗലിക കടമകൾ. ഓക്കെ, 1976 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലിക കടമകൾ നിലവിൽ വന്നത് 42ാം ഭേദഗതിയോട് കൂടിയിട്ടാണ്. 44ാം ഭേദഗതി ഏതാണ്? വകുപ്പ് 300A ആണ്. സ്വത്തവകാശം വരുന്നത് അല്ലെ 1978. ഇനി 73ാമത്തെ ഭേദഗതി 11ാം പട്ടിക എന്താ? ത്രിതല പഞ്ചായത്ത് സംവിധാനം. 86ാം ഭേദഗതി വകുപ്പ് 21A ആണ്. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയിട്ട് മാറ്റിയത്. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ, അതായത് 2 ആംഗ്ലോ ഇന്ത്യൻസിനെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തു? ഇനി വേണ്ട, അങ്ങനെ എടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് മാറ്റി. ഏതാ ഭേദഗതി? 104ാം ഭേദഗതി.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ചെയ്തു നോക്കണേ. ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. PSC ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280 ആണ്. ശരിയായ പ്രസ്താവനയാണ്. ഒന്ന് എന്തായാലും ആൻസർ ആയിട്ട് വരണം. അപ്പൊ ഇതൊക്കെ എന്തിനാ വേണ്ട? ഇതെന്തിനാ വേണ്ട? ഇനി ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ശരിയായ പ്രസ്താവനയാണ്. എന്തായാലും ഓപ്ഷനിൽ 2 ഉണ്ടാകണം. ഇതിൽ 2 ഇല്ല. അപ്പൊ ഇത് കിട്ടി കണ്ടോ. 1, 2, 4. 27ാമത്തെ ആൻസർ ഏതാണ്? ഡി ആണ്. പിന്നെ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ. അപ്പോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോ വേഗം ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ കഴിയണം കേട്ടോ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? നമ്മുടെ ആമുഖമാണ്, പ്രിയാമ്പിൾ ആണ് അല്ലെ? ജവഹർലാൽ നെഹ്റു പാസാക്കിയ ലക്ഷ്യപ്രമേയത്തിലൂടെ നിലവിൽ വന്ന ആമുഖമാണ്. ആമുഖത്തിൽ ഒരേ ഒരു ഡേറ്റേ ഉള്ളൂ, 1949 നവംബർ മാസം 26 ആമുഖമാണ്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? വനിതാ കമ്മീഷനുമായിട്ട് നമ്മുടെ സ്റ്റേറ്റിലെ ചോദ്യമാണ്. ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. സതീ ദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. ശരിയാണ്. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. ശരിയാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ എ ആണ്, 1ഉം 2ഉം. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. കാരണം പാർലമെന്ററി അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് ആ വകുപ്പ് തന്നെയായിരിക്കും ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. ഇനി പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. ശരിയാണ് കേട്ടോ, ബിവീഷ് ആണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇതിലെ അംഗം അല്ല. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഡി ആണ്, 1ഉം 3ഉം. ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ മനോജ് കുമാറാണ്. ശരിയാണ്. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ. ഇത് തെറ്റാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്നതിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും, അത് മനുഷ്യാവകാശ നിയമമായാലും ഏത് നിയമമാണെങ്കിലും ശരി, അതിൽ കുട്ടികളെ സംരക്ഷിച്ചിരിക്കണം. അതൊരു നിയമമാണെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ സി ആണ്, 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ശരിയാണ്. തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ബെഞ്ച് പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, അപ്പൊ 1ഉം 2ഉം ശരിയാണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണ് എന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 21A. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ? മോത്തിലാൽ നെഹ്റുവിന്റേതാണ്. മോത്തിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? രാഷ്ട്രത്തലവന്റെ പേരാണ് ഇല്ലാത്തത്. രാഷ്ട്രത്തലവന്റെ പേര് അതിലില്ല. പക്ഷെ രാഷ്ട്രത്തലവന്റെ അധികാരം, നമ്മുടെ രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ചിട്ട് അതിൽ പറയുന്നില്ലേ? നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇന്ത്യ ഒരു പരമാധികാരമാണ് എന്ന് പറയുന്നില്ലേ? നിയമനിർമ്മാണ സഭയുടെ പേര്, ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം 40 ആണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ലോർഡ് റിപ്പൺ പ്രഭുവാണ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ, യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. 3ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി. 8 ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ട്. അതിൽ പ്രധാനമന്ത്രി ഒരു കമ്മിറ്റിയിൽ അംഗമല്ല. ഏതിലാണത്? പാർലമെന്ററി കാര്യ കമ്മിറ്റി സമിതിയിലാണ്. തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെന്റ്. ആൻസർ സി ആണ്, 1ഉം 3ഉമാണ്.
തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒന്ന് ശരിയായ പ്രസ്താവന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തിലേക്ക് ഒരിക്കലാണ്. അടുത്തത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സംസ്ഥാനത്ത് സാമ്പത്തിക ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബി ആണ്. 1, 3. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? 1, 3 കേട്ടോ. സോറി, ഇവിടെ തെറ്റി. ഇവിടെ ആൻസർ ബി ആണ് കേട്ടോ. ഞാന് പക്ഷെ മാറിപ്പോയതാണ്. 1, 2 5 വർഷമാണ് കാലാവധി കേട്ടോ. 5 വർഷമാണ്. ഇത് തെറ്റാണ്, ഇത് പൊട്ട തെറ്റാണ്. ഓക്കെ. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ്. കാലാവധി 5 വർഷം ആണ് കേട്ടോ. ഇനി സംസ്ഥാനത്തെ സാമ്പത്തിക കമ്മീഷനൊന്നും അല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന. നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് വിദ്യാഭ്യാസം, വനം. നമ്മൾ നേരത്തെ ഏതിലാ പഠിച്ച? വിദ്യാഭ്യാസവും വനവും നമ്മൾ നേരത്തെ പഠിച്ചു വന്നതാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആണ് വീണ്ടും എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്ത് വരുന്നുണ്ട് കണ്ടോ. അപ്പൊ വിദ്യാഭ്യാസവും വനം നമ്മൾ ഏതിലാ പറഞ്ഞത്? കൺകറന്റ് ലിസ്റ്റിലാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലെ. കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ 3 ഓപ്ഷനൊക്കെ അങ്ങോട്ട് മാറ്റിയേ. 3 ഒക്കെ മാറ്റിയേ. കണ്ടോ, ആൻസറിലെത്തി. എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെന്റും. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ഏത് വകുപ്പാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാന് രൂപീകരിച്ചത്? ഏത് വകുപ്പുകളാണ്? ഇതാണ് ഓൺലി 1ഉം 2ഉമാണ് കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പും ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്, ഈ 2 വകുപ്പുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഗവൺമെന്റ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാന് രൂപീകരിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ കേരള സർക്കാർ ഏത് സെക്ഷൻ പ്രകാരമാണ്? 24 പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചില സംഘടനകളെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവരും ബാധ്യസ്ഥരാണ്. ഏതാണ്? ബി ആണ് കേട്ടോ. ഓൺലി 2ഉം 3ഉം. അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും നടന്നു കഴിഞ്ഞാൽ അവരും വിവരാവകാശം കൊടുക്കണം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ളത്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഓപ്ഷൻ ഏതാണ്? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. 10 കാശ് കിട്ടിയാൽ കൂറുമാറും അല്ലെ. അപ്പൊ 10ാം ഷെഡ്യൂളിൽ എന്തായാലും കൂറുമാറ്റം വരണം. അപ്പൊ 3 ഓപ്ഷൻ എന്തായാലും വേണ്ടേ? 3 എന്തായാലും ആൻസർ ഉണ്ടാണ്. അപ്പൊ ഇതിലൊന്നും 3 ഇല്ല അല്ലെ. പിന്നെ എന്താണ്? 1985 ഭരണഘടനയിൽ ചേർത്തത്. ശരിയായ പ്രസ്താവനയാണ് 52ാമത്തെ ഭേദഗതി നിയമവുമാണ്. ഓൾ ഓഫ് ദി എബോ. അപ്പൊ 1985 കൂറുമാറ്റം, 10ാമത്തെ ഷെഡ്യൂള്, 52ാമത്തെ ഭേദഗതി. വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? ക്വസ്റ്റ്യൻ കയറി വന്നതാണ് മക്കളെ, സോറി. ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 3, 4 ഉദ്ദേശ്യം, പ്രക്രിയ, വ്യക്തികളും സ്ഥലം. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. 73ാം ഭേദഗതി നിയമം പഞ്ചായത്തി രാജ് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ. ബി ആണ് 1ഉം 2ഉം 4ഉം. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. കാരണം ജമ്മു കാശ്മീർ ആദ്യം അല്ലായിരുന്നു, പക്ഷെ പിന്നീട് ആക്കി. ഇന്ത്യൻ ഭരണഘടന അവിടെ സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവെ ജമ്മു കാശ്മീർ നമുക്കറിയാം എന്താണ്, ഒരു യൂണിയൻ ടെറിട്ടറി ആണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്ന്. ഫസ്റ്റ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന് കൊടുക്കുക, എന്നിട്ട് നടപ്പിലാക്കിയത് എന്നും കൊടുക്കുക. 49 നവംബർ മാസം 26, 1950 ജനുവരി 26 അല്ലെ. 27ാമത്തെ ആൻസർ ഏത് വരും? സി ആണ് ആൻസർ വരുന്നത്. 49 നവംബർ 26 അംഗീകരിച്ചു, 50 ജനുവരി 26 നിലവിൽ വന്നു. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്.
ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുന്നത് വകുപ്പ് ഏതാണ്? ആൻസർ ബി ആണ് കേട്ടോ. സംസ്ഥാനത്താണ് 356, ദേശീയ തലത്തിലാണെങ്കിൽ 352, സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിൽ 360. ഇന്ത്യയിൽ ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ആരാണ്? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യ കണ്ടോ? ഇത്ര ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വരുന്നത്. അതാണ് PYQ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന്റെ വിജയത്തിന്റെ ഒരു അസറ്റ് തന്നെയാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അസറ്റ് അല്ല PYQ എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഏതാ നമ്മൾ കുറച്ചു നേരത്തെ ഭേദഗതി പറഞ്ഞത്? 91ാം ഭേദഗതി. നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതിനായി ഏത് നിയമത്തിന്റെ രൂപീകരണമാണ് പരാമർശിക്കുന്നത്? കയറി വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡി ആണ്, മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142ന്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? 142, 142. ഏതാണ് ആൻസർ വരുന്നത്? സി ആണ് കേട്ടോ. ഓൺലി 2 ആണ്. സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക. 142 പഠിക്കണേ. 142. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? ജൂൺ മാസത്തിൽ എന്താ പ്രത്യേകത? മൺസൂൺ കാലം ആരംഭിക്കില്ലേ? മൺസൂൺ കാലം ആരംഭിക്കുന്നത് ജൂണിൽ ആരംഭിക്കില്ലേ? അപ്പൊ ഏതായിരിക്കും? മൺസൂൺ സമ്മേളനം അല്ലെ, ജൂലൈ ടു സെപ്റ്റംബർ. ഫൗണ്ടിങ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അച്യുത് ചേതനാണ് കേട്ടോ. അച്യുത് ചേതൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ആൻസർ ബി ആണ്. 2, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. നോക്കണേ. 47ലാണ് PMO നിലവിൽ വന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിലവിൽ വന്നത് 47, സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം. 77, 47 ഒരു കോഡ് ഉണ്ട് അല്ലെ, നമുക്കൊരു എന്താണ് 77, 47, 77 വരെ 7 അല്ലെ. ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഗവൺമെന്റിന്റെ തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. ഈ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? ഈ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ. ആൻസർ ബി ആണ്. 2, 3. സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തുക, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക. ആൻസർ ഈസ് ഡി. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു. ശരിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ശരിയാണ്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നവരെ സുപ്രീം കോടതിയായിട്ട് രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിക്കുന്നു. ശരിയാണ്. അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായിട്ട് പാർലമെന്റ് 1969 പ്രസിഡന്റ് നിയമം പാസാക്കി. അപ്പൊ പ്രസിഡന്റ് നിയമം 1969ലാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ചുമതലയെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2, 3 പ്രസ്താവന ശരിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു. അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട്. ലോകസഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. സംസാരിക്കാൻ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല, സംസാരിക്കാനായിട്ട് അവകാശമുണ്ട്. 1, 2, 3 ഇവിടെ ഉണ്ട് അല്ലെ. വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, വോട്ട് ചെയ്യാൻ അവകാശമില്ല കേട്ടോ. അപ്പൊ 1, 2, 3 ശരിയാണ്. ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം SCRT കിടക്കുന്ന പോയിന്റ് ആണിത്. ഓപ്ഷൻ ഈസ് ബി 1964.
ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ് കേട്ടോ. തെറ്റായതാണ്. അപ്പൊ ശരിയായി നോക്കുക. മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം, കോർട്ട് മാർഷൽ കേസുകൾ മാപ്പ് ചെയ്യാനുള്ള അധികാരം, പാർലമെന്റ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം, ഇതൊക്കെ അവരുടെ അധികാരങ്ങളാണ്. പക്ഷെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരമൊന്നും ഇല്ല. താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശമുള്ളത്? എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശം അറ്റോർണി ജനറലിനാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചതല്ലേ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ആൻസർ ബി ആണ്. 1ഉം 3ഉമാണ്. 1ഉം 3ഉം. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തി. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പോലും വേറെ നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 19 സ്വയമേവ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നില്ലേ? ആ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടുന്നത് 358 ആണ്. ഇവിടെ 8 വരുമ്പോ ഇവിടെ 9 വരണം. ചിലപ്പോൾ 359 എന്തായാലും ഓപ്ഷനിൽ വരും കേട്ടോ. നമുക്ക് തെറ്റാൻ പാടില്ല. ഇവിടെ 9 വന്നു കഴിയുമ്പോൾ ഇവിടെ ഏതാണ്? 358. ഓക്കെ ഓക്കെ. പിന്നെന്താ? രണ്ടും ഒരേ സംഖ്യ വരരുത് കേട്ടോ. ഇവിടെ കണ്ടോ 9 9 വന്നിട്ട് അങ്ങനെ വരരുത്. 8 9 കേട്ടോ. 358 19. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് ഭരണഘടനാ സാധുത എന്ന് കോടതിയിൽ എന്ത് ചെയ്യാം? ചോദ്യം ചെയ്യപ്പെടാം. ഇവിടെ ആർട്ടിക്കിൾ 360 സ്വാതന്ത്ര്യത്തിന് ശേഷം 3 തവണ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു സാധനയെ ഇന്ന് വരെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥ 360 കേട്ടോ. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ഇന്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എത്രയാണ്? ഇന്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കാൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് സി ആണ്. 20 ലക്ഷത്തിന് മുകളിൽ. രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? ആരാ രാജ്യസഭയിലെ സഭാ നേതാവ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ പ്രധാനമന്ത്രിയോ മന്ത്രിയോ? ഓക്കെ. പ്രധാനമന്ത്രി സഭയിലെ രാജ്യസഭയിലെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. പക്ഷെ രാജ്യസഭയിലെ സഭയിലെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭയിലെ അംഗമായ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചതല്ലേ? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഈ ഗവർണൻസ് ശക്തിപ്പെടുത്തുന്നതുമായി പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഒരു ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. ഏതാണ് ആ പോർട്ടല്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലുള്ള സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ. ഓപ്ഷൻ ഇസ് ഇ ഗ്രാമ സ്വരാജ്. താഴെ പറയുന്ന നിയമനിർമ്മാണങ്ങളിൽ ഏതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്? 89 പട്ടികജാതി പട്ടികവർഗ നിയമമാണ് കേട്ടോ. എ ആണ്. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഇസ് ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ആണ് അല്ലെ? ഭരണഘടനാപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? 368 പ്രകാരമാണ് ഭേദഗതികൾ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമില്ല. ഭരണഘടന ആർട്ടിക്കിൾ 13 എന്താ പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ എങ്ങനെ അതിൽ ഭേദഗതി വരുമോ? അല്ലേ? എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ എന്താണ്? നിയമമല്ല. 13 ജുഡീഷ്യൽ റിവ്യൂ ആണ് പറയുന്നത്. അപ്പൊ ഭരണഘടനാ ഭേദഗതികൾ അതുകൊണ്ട് എന്താണ്? അതൊരു നിയമമല്ല. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. ഇനി അടുത്ത പ്രസ്താവന പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതുതാൽപര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട പരസ്പര ബന്ധങ്ങൾ ഏതെന്ന് തെറ്റെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സി ആണ് കേട്ടോ. ഏതൊരു വ്യക്തിക്കും അതിൽ താല്പര്യം പരിഗണിക്കാതെ ഇവിടെ പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് തന്നിട്ട് നോക്കിക്കോട്ടെ. ഓരോന്ന് ആൻസർ നോക്കണേ.
ഇവിടെ ആൻസർ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 എന്നിവയിൽ ജുഡീഷ്യൽ റിവ്യൂ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം ഒരു ജുഡീഷ്യൽ റിവ്യൂ ആണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതു താൽപര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്തുക. അതിൽ തെറ്റ് എന്ന് കണ്ടെത്തുന്നത് ഏതാണ്? സി ആണ്. ഏതൊരു വ്യക്തിക്കും അതിൽ താല്പര്യം പരിഗണിക്കാതെ പൊതു താൽപര്യ വ്യവഹാരം ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് 2005 RTI ആക്ടിലെ സെക്ഷൻ 7(1) പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണ് എങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ നൽകണം? വിവരങ്ങള് ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയിരിക്കണം? 48 മണിക്കൂർ. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ സി ആണ് കേട്ടോ. 1ഉം 3ഉം ആണ്. 1, 3 എല്ലാ പ്രവൃത്തികളുടെയും ചെലവുകളുടെയും സോഷ്യൽ ഓഡിറ്റിന് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു. NGNREGA ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയായ എന്താണ്? ഉന്നതി ആണ് കേട്ടോ. നൈപുണ്യ പദ്ധതി ഏതാണ്? ഉന്നതി. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ബി ആണ്. A 1 ആണ്. ഈ ബിസ് എപ്പോഴാണ്? ഈ ബിസ് എപ്പോഴാണ് വരുന്നത്? 2013 തന്നെയാണ്. മേഘ്രാജ് 2014. ദീക്ഷ 2017. മേരി പെഹ്ചാൻ 2022. കേന്ദ്ര സർക്കാരിന്റെ ഇ ഗവേണൻസ് സംരംഭങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഇ ഗവേണൻസ് നമ്മളെപ്പോഴും പഠിക്കും ഇ ഗവേണൻസ് നടപ്പിലാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ്. അക്ഷയ കേന്ദ്രം നമ്മൾ പഠിക്കാറുള്ളൂ അല്ലെ. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഇ ഗവേണൻസ് സംരംഭങ്ങളാണ് ഈ ബിസ്, മേഘ്രാജ്, ദീക്ഷ, മേരി പെഹ്ചാൻ. ഇതൊക്കെ ചിലപ്പോൾ നാളെ ഓപ്ഷനിൽ വരാം. ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഈ ബിസ് എപ്പോഴാ? 2013 മേഘ്രാജ് 2014. ദീക്ഷ 2017. മേരി പെഹ്ചാൻ 2022. ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? അടിയന്തരാവസ്ഥ എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് ആൻസർ തെറ്റ് ബി ആണ് കേട്ടോ. തെറ്റ് വായിക്കുന്നില്ല. ഒരു സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. ശരിയാണ് അല്ലെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. എന്താണ്? ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയം കാരണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു. ശരിയായ പ്രസ്താവനയാണ്. തെറ്റേതാണ്? അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ മൗലിക അവകാശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി ഇല്ല. ചിലതൊന്നും എന്താണ് നിർത്തിവെക്കാനായിട്ട് സാധിക്കില്ല. മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം കേട്ടോ. ഈ 5 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആൻസർ സി ആണ്. 2, 3, 4 ശരി. 2, 3, 4. ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവും നിർവഹണപരമല്ലാത്തതുമായ മൗലിക അവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശരിയായ പ്രസ്താവന ആണ്. നമുക്ക് പെട്ടെന്ന് ഇതിലെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. ഇതൊക്കെ പെട്ടെന്ന് ഓപ്ഷൻ വഴി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണ്ണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. മൗലിക അവകാശങ്ങളുടെ സ്വഭാവം കേവലമാണ്. 2, 3, 4. ആൻസർ 2, 3, 5 ആണ് അല്ലെ. സോറി കേട്ടോ. 2, 3, 5 ശരിയായ പ്രസ്താവന. ഇതല്ല കേട്ടോ. മനുഷ്യാവകാശങ്ങളുടെ സ്വഭാവം കേവലം അല്ല കേട്ടോ. കേവലമല്ല. അപ്പൊ ഇവിടെ 5 ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ആൻസർ 2, 3, 5. വാദം
എ തന്നിട്ടുണ്ട്, കാരണം 6 തന്നിട്ടുണ്ട്. ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശം, ഭാഗം 4 മാർഗനിർദ്ദേശ തത്വങ്ങൾ അല്ലെ ഭരണഘടനയുടെ മനസാക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നു വാദം പറയുന്നുണ്ട്. ഇനി അതിന് കാരണം ഭാഗം 4 അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാനായിട്ട് കഴിയും. ശരിയായ ഉത്തരക്കോട് തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. എ ശരിയാണ്, പക്ഷെ 6 തെറ്റാണ് കേട്ടോ. ഭരണഘടനയുടെ 3ഉം 4ഉം ഭരണഘടനയുടെ മനസാക്ഷിയാണ് അല്ലെ മൗലികാവകാശങ്ങളാണെങ്കിലും മാർഗനിർദ്ദേശക തത്വങ്ങളാണെങ്കിലും ഓരോ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് അത് മനസാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭാഗം 4 മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം മാത്രമാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കുക. അല്ല അല്ലെ അല്ല. 36 മുതൽ 51 വരെ ഏതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ്. അടുത്ത നോക്കുക, വാദം എ തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. ഈ വാദം എയും 6ഉം വരുമ്പോഴാണ് അവിടെ ശരിയാണോ എക്സാം ഹാളിലുള്ള ഒരു അവസ്ഥ അല്ലെ. ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ വ്യത്യസ്തരായിരുന്നുവെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളികളായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നത്. ശരിയാണ്. നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തെ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. വാദം എ പറയുന്നുണ്ട്, ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ സംസ്കൃത ഭാഷയും സംസ്കാരവുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി സംസ്കൃത ഭാഷയും സംസ്കാരവുമാണോ? ആണോ? ശരിയായ പ്രസ്ഥാനങ്ങളൊക്കെ നോക്കിയേ. എന്താണ്? ബി ആണ്. എ ശരിയാണ്, പക്ഷെ 6 തെറ്റാണ് അല്ലേ. എ നമുക്കറിയാം, ഇത് നമ്മള് മൗലിക കടമകളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇത് തെറ്റാണ്. അടുത്തത് ശരിയായ ഉത്തരക്കോട് ഉപയോഗിച്ചിട്ട് ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ. ആർട്ടിക്കിൾ 21 ഇതൊന്ന് ചെയ്യൂ. ആൻസർ വന്നിട്ട് സി ആണ് കേട്ടോ. 1A വരണം, പ്രായമായവരുടെ അവകാശം. 1A വരണം. 1A ഏതാണ്? 1A അല്ലെ അശ്വിനി കുമാർ, ബി യൂണിയൻ ഓഫ് ഇന്ത്യ. അടുത്തത് 2C ആണ് കേട്ടോ. 2C ആണ്. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം. അത് ആരാണ്? 2C മഹാരാഷ്ട്ര സംസ്ഥാനം, ബി പ്രഭാകർ പാണ്ഡുരംഗ് സാങ്ക്യർ. അടുത്തത് 3D മറക്കപ്പെടാനുള്ള അവകാശം, നികുഞ്ച് ടോഡി, യൂണിയൻ ഓഫ് ഇന്ത്യ. 4B ആണ് ഗർഭഛിദ്രത്തിനുള്ള അവകാശം. ഗർഭഛിദ്രത്തിനുള്ള അവകാശം മീര സന്തോഷ് പാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നിയമവാഴ്ചയുടെ തത്വത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ റൂൾ ഓഫ് ലോ അല്ലെ റൂൾ ഓഫ് ലോയുടെ തത്വത്തെ കുറിച്ചിട്ടാണ് പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഡി ആണ് 1ഉം 4ഉം. ഇത് മനുഷ്യ നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും പരമോന്നത പ്രകടനമാണ്. എന്ത്? നിയമവാഴ്ച. സ്വാതന്ത്ര്യം, സമത്വം, വിവേചനമില്ലായ്മ, സാഹോദര്യം, ഉത്തരവാദിത്വം, ഏകപക്ഷീയതയില്ലായ്മ എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത്. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. വാദം തന്നിട്ടുണ്ട്. വാദം ഒരേ വാദങ്ങളാണ് അല്ലെ. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നത് ഫ്രഞ്ച് പാർലമെന്റ് നിർദ്ദേശിച്ച തത്വങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രഞ്ചിന്റെ ആണോ? തത്വങ്ങളും നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളിലെ ജഡ്ജിമാരാണ് വികസിപ്പിച്ചെടുത്തത്. ആണോ? സി ആണ്. എ തെറ്റാണ്, പക്ഷെ ആർ ശരിയാണ് കേട്ടോ. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നത് ഫ്രഞ്ച് പാർലമെന്റിന്റെ അല്ല, പക്ഷെ തത്വങ്ങളും നിയമങ്ങളൊക്കെ ആരാണ് വികസിപ്പിച്ചെടുത്തത്? അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളിലെ ജഡ്ജിമാരാണ്. അടുത്തത് നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിവിഷനുകൾ ഏതൊക്കെയാണ്? ഇത് എത്ര ടൈറ്റ് ആണ് അല്ലേ. ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അതാണ് ഈ കുറച്ചു നേരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിവിഷനുകൾ ഇതാണ്. ബി ആണ് കേട്ടോ. 2ഉം 4ഉം ഇന്തോ പസഫിക്കും യുറേഷ്യയും. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആയുധ നിയന്ത്രണ ഗ്രൂപ്പ് കൺവെൻഷൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ എപ്പോഴാണ് എന്നുള്ളതും കൂടി കൊടുക്കും. ആയുധ നിയന്ത്രണ ഗ്രൂപ്പ് കൺവെൻഷൻ എ ആണ്. A2 വേണം. അഴിമതിക്കെതിരായ UN കൺവെൻഷൻ 2011. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം ബി 3 2016. വികലാംഗരുടെ അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള കൺവെൻഷൻ 2007. ഓസ്ട്രേലിയ ഗ്രൂപ്പ് 2018.
താഴെ പറയുന്ന ട്രൈബ്യൂണലുകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞവയുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ഏതാണ് ശരി? ട്രൈബ്യൂണലിനെ കുറിച്ചിട്ടാണ്. 57 സി ആണ് കേട്ടോ. ട്രൈബ്യൂണലുകളാണ്. എന്നാൽ എല്ലാ പ്രത്യേക ട്രൈബ്യൂണലുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ അല്ല. ലാൻഡ് ട്രൈബ്യൂണൽ തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ തന്നിട്ടുണ്ട്. അതില് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ എല്ലാം എന്താണ്? ട്രൈബ്യൂണലുകൾ പ്രത്യേക ട്രൈബ്യൂണലാണ്. എന്നാൽ എല്ലാ പ്രത്യേക ട്രൈബ്യൂണലുകൾ എന്നും എന്തല്ല? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഡി ആണ്. എയും സിയും ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പിന്നെ സി ആണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. നിയമം മൂലം രൂപീകൃതമായ സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ. ഇത് നിയമാനുസൃത സ്ഥാപനമല്ല, നീതി ആയോഗ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലിംഗഭേദം ഇല്ലാത്ത നിയമം? ലിംഗഭേദം ഇല്ലാത്ത നിയമം ഏതാണ്? എ ആണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012. ലിംഗഭേദം ഇല്ലാത്ത നിയമം അല്ലെ? ആണ് പെണ്ണ് എന്ന് ലിംഗം വേർതിരിച്ചിട്ടുണ്ടോ? ഇല്ല. ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ബാധകമായിട്ടുള്ള പോക്സോ അല്ലെ? പോക്സോ നിയമം. ഗാർഹിക പീഡനം സ്ത്രീകൾ അത് വനിതകൾക്ക് മാത്രമാണ്. തൊഴിലിടത്തിൽ വനിതകൾക്ക് മാത്രമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? മൗലിക കടമ ഫണ്ടമെന്റൽ റൈറ്റില് ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഡി ആണ് കേട്ടോ. 4 മാത്രം ഉൾപ്പെടില്ല. വ്യക്തിയുടെ അന്തസ്, രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത ഉറപ്പാക്കുക. ഇതൊന്നും എന്താണ്? ഐക്യവും അഖണ്ഡതയും എന്താണ്? ഇവിടെ വ്യക്തികളുടെ അന്തസ് കണ്ടോ, ഇതൊന്നും എന്താണ് അതിൽ ഉൾപ്പെടില്ല. ഇതൊക്കെ ഒന്നും പഠിച്ചു വെച്ചേ. പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുക അല്ലെ? ഇന്ത്യയുടെ പരമാധികാരമാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കണം. പക്ഷെ വ്യക്തിയുടെ അന്തസ്സൊന്നും എന്ത് ചെയ്യേണ്ട? ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യം ഇല്ല. പൊതുമുതൽ സംരക്ഷിക്കുക, അഹിംസ വർജിക്കുക, ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്താനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? എ ആണ് കേട്ടോ. ഭാഗം 20 ആർട്ടിക്കിൾ 368 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തത്. ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്നത് ഇന്ത്യ എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. 368 ഭേദഗതി ഭാഗം 20. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ? കൂറുമാറ്റം നമ്മൾ പറഞ്ഞില്ലേ, 10 കാഴ്ച കിട്ടുമ്പോ 85-ല് 52ാം ഭേദഗതി പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. വേഗം ചെയ്യണം കേട്ടോ. താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്? മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? ഏതാണ്? ഗോരഖ്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം. 73ാം ഭേദഗതി നിയമം എന്താ നമ്മൾ പഠിച്ചത്? 73ാം ഭേദഗതി നിയമത്തില് ഇന്ത്യൻ ഭരണഘടന ഏത് ആർട്ടിക്കിളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്? ആർട്ടിക്കിൾ 40 പഞ്ചായത്തി രാജ് സംവിധാനം ട്ടോ. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത് ഏതാണ്? ആൻസർ ഡി ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും അല്ല പോക്സോ നിയമം. ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ നേരിട്ടോ ഇലക്ട്രോണിക്, ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ നിരന്തരമായോ തുടർച്ചയായോ പിന്തുടരുകയോ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ ഏതിൽ വരില്ല? പോക്സോ നിയമം അനുസരിച്ചിട്ട് വരില്ല. ലൈംഗിക ഉദ്ദേശത്തോടെ ഒരു കുട്ടിയെ തന്റെ ശരീരമോ ശരീരത്തിന് ഏതെങ്കിലും ഭാഗമോ ആ വ്യക്തിക്കോ മറ്റേതെങ്കിലും വ്യക്തിക്കോ കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി ആംഗ്യം കാണിക്കുകയോ ഏതെങ്കിലും വസ്തുവോ ശരീരഭാഗമോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്നവ ഒന്നും അല്ല. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കർ, ബാങ്ക് അക്കൗണ്ട്, പ്രവർത്തിക്കൽ സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ഇവിടെ എന്താണ്? ആസ്തി, ലോക്കർ, അക്കൗണ്ട്, പ്രവർത്തിക്കുക, സ്ത്രീധനം, ഇതൊക്കെ ക്യാഷുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ ഏതിലാ വരിക? സംരക്ഷണ ഉത്തരവ്. മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ അന്യാധീനപ്പെടുത്തുന്ന വിലക്കി കൊണ്ടുള്ള ഉത്തരവ്
താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംരക്ഷണ ഉത്തരവ്. അടുത്തത് 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് ഏത്? കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് എ ആണ്. വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിതമാക്കാനുള്ള അധികാരം കമ്മീഷന് ഉണ്ട്. ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരമൊന്നും ഇവർക്കില്ല. അതെല്ലാം നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമൊക്കെ കോടതിക്കാണ് കേട്ടോ. വിചാരണ ചെയ്യാനൊക്കെ കോടതിക്കാണ് അധികാരങ്ങൾ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? സി ആണ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെ കുറിച്ച് അറിയാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സംബന്ധിച്ച് ശരി അല്ലാത്തത് ഏത്? ശരി അല്ലാത്തത് സി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും ഇവര് വരാൻ പാടില്ല കേട്ടോ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എപ്പോഴും സംസ്ഥാന തലത്തിൽ ആയിരിക്കണം കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വരാം. പക്ഷെ ഇവിടെ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആകാം, സുപ്രീം കോടതി ജഡ്ജിക്കും ആകാം. പക്ഷെ ഹൈക്കോടതിയിലെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകാനായിട്ട് പറ്റില്ല. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ലോക്പാലിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കാൻ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചിത സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? വേഗം ചെയ്യൂ. ആൻസർ കിട്ടിയോ? പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ലോക്പാലിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ലോക്പാൽ. ആദ്യ അധ്യക്ഷൻ പിനാകി ചന്ദ്ര ഘോഷ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയത് 2005. ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചിത സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന എ ആണ് കേട്ടോ. എല്ലാ 1ഉം 3ഉം പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ശരിയാണ്. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് എ ആണ്. 2ഉം 3ഉം. 94 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205, 1994 കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ 183. ഇത് രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 205ഉം 183. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? നീതിന്യായ പുനരവലോകനം. വേഗം ചെയ്യൂ. അതേപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടുന്നുണ്ടോ? ഏതാണ് നീതിന്യായ പുനരവലോകനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്? 21ാമത്തെ ആൻസർ നീതിന്യായ പുനരവലോകനം അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഭരണഘടന സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഏതാണ്? സി ആണ് കേട്ടോ. 324. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ് 324.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? സ്വത്തവകാശത്തെ കുറിച്ച് ശരിയല്ലാത്തത്. ആണ് കേട്ടോ. 1ഉം 2ഉമാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശമായി അല്ലാതായിട്ട് മാറിയത്. തെറ്റാണ്. 44ആണ്. ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 44ആണ്. ഇപ്പോൾ ഭരണഘടനയുടെ 300A പ്രതിപാദിക്കുന്നത്. 73 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. 73 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നില്ല. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ 1ഉം 2ഉമാണ് ശരിയല്ലാത്തത്. വോട്ടവകാശം 21ൽ നിന്നും 18 ആക്കിയത് ഏത് ഭേദഗതിയാ? 89 61ാം ഭേദഗതി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ്? ഡിലീഷൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. അമൃത്കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അമൃത്കാൽ. ഇതും ഡിലീഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 46 ഡിസംബർ 9 കേട്ടോ. ഡിസംബർ 9. താഴെ തന്നിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ എ ആണ്. 1ഉം 3ഉം. വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 2009 കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്തത്. വകുപ്പ് 19 സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് കൂട്ടിച്ചേർത്തു? ഇതൊക്കെ ഒന്ന് വേഗം ചെയ്യൂ. പോസ് ചെയ്തിട്ട് വേഗം ചെയ്യണേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സി ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്തത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അത് വകുപ്പ് ഏതിലാണ്? 14 അല്ലെ? സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഏതിലാണ് ചേർത്തത്? ആമുഖത്തിലാണ്. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ചിട്ട് ഈ പ്രസ്താവന ആരുടേതാണ്? APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കൂ. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, കൺകർ ലിസ്റ്റ് ഉണ്ട്, അവശിഷ്ടാധികാരം ഉണ്ട്. ഇതിൽ നമുക്കറിയാം അവശിഷ്ടാധികാരം എന്ന് പറയുന്നത് സൈബർ നിയമങ്ങളാണ് അവശിഷ്ടാധികാരത്തിൽ വരുന്നത്. 4B വരുന്ന ഓപ്ഷൻ. യെസ്, ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലെ? എ മാത്രം. 1C ആണ്. യൂണിയൻ ലിസ്റ്റ് സെൻസസിൽ വരും കേട്ടോ. യൂണിയൻ ലിസ്റ്റ് സെൻസസില്. സംസ്ഥാന ലിസ്റ്റില് ജയിലുകളൊക്കെ വരും. കൺകറന്റ് ലിസ്റ്റില് വനങ്ങൾ വരും. അവശിഷ്ടാധികാരത്തില് സൈബർ നിയമങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെ? ബി ആണ്. 2ഉം 3ഉം തെറ്റാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 90ലാണ്. തെറ്റാണ്. കേരള സംസ്ഥാനത്തെ ശരിയായിട്ടുള്ളത് മാത്രം വായിക്കാം. 1ഉം 4ഉം ശരിയാണ് കേട്ടോ. 73 74 ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 73ഉം 74. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാനാണ്. ഇത് 117/25 ഈ അടുത്ത് നടന്ന എക്സാം ആണ് കേട്ടോ. 4 ദിവസമായിട്ടുള്ള എക്സാം നടന്നിട്ട്. അപ്പൊ അതിന്റെ പ്രൊവിഷണൽക്ക് വെച്ചിട്ടാണ് ഇതിൽ ആൻസർ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ. ഹു ഈസ് ദാറ്റ്? ആരാ? പറയൂ. അംബേദ്കർ ആണ് അല്ലേ? അംബേദ്കർ ആണ്. അടുത്തത്, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്?
ന്യൂഡൽഹിയാണ് കേട്ടോ, ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി, BR ഗവായി എന്ന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയും അല്ലെ, BR ഗവായി. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഇതങ്ങനെ ആ ന്യൂ SCRTയിലുള്ള ഇപ്പൊ ഈ അടുത്ത് നടന്ന എക്സാമിലൊക്കെ ന്യൂ SCRT ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. കേരള ഹിസ്റ്ററി മുഴുവൻ തീർത്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇപ്പോ ഈ വർഷം മാറിയ 6ാം ക്ലാസ് 6, 8, 10 അതിലത്തെ പോലും ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് കേരള ഹിസ്റ്ററി എന്നുള്ള ലെസൺസ് ഇട്ട് തന്നിട്ടുണ്ട്. കേൾക്കണ്ടോ? ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. പുതിയ SCRT ഒക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തിയാൽ നിരന്തരം ഡെയിലി നമ്മുടെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികൾക്ക് അടുത്ത റിസൾട്ടും ഉണ്ടാവും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ചവ ഏത് ആക്ടാണ്? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗം 10 പട്ടിക. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക. സവിശേഷതകളിൽ പെടാത്തത്. നിർമ്മാണ കാലയളവ് 2 വർഷം. ഭരണഘടന നിർമ്മിക്കാൻ 2 വർഷവും 11 മാസവും 17 ദിവസവും. ശരിയാണ്. ആദ്യത്തെ സമ്മേളനം 46 ഡിസംബർ 9. അത് ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ. ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു അല്ല, അംബേദ്കർ ആണ്. ഇതാണ് ഇവിടെ തെറ്റാൻ കാരണം കേട്ടോ. അംബേദ്കർ ആണ്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശരിയായ പ്രസ്താവനയാണ്. തെറ്റേതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ കേട്ടോ തെറ്റായത്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആര് നിക്ഷിപ്തമാണ്? പാർലമെന്റിൽ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകളിൽ ഉൾപ്പെടുന്നു. അങ്ങനെ നമ്മൾ 2025 മുഴുവൻ PYQ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്ത്. കണ്ടോ? അപ്പൊ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് പോയില്ലേ? നമ്മൾ അങ്ങനെ ഓരോരോ ടോപ്പിക് തീർത്തിട്ട് വരാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഇടുക എന്ന് പറയുന്നത് ശരിയായി നടക്കാത്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരമാവധി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.